നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ധനുമാസത്തിലെ സമ്പൂർണ്ണ സംക്രമ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചിക മാസം 29 തിങ്കളാഴ്ച രാത്രി 4:19 ചോതി നക്ഷത്രം 3-ാം പാദത്തിൽ തുലാക്കൂറിൽ ശംഖയോഗം, പാശയോഗം എന്നിവകളോടെ ആദിത്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും. ഈ ധനുരവി സംക്രമ നക്ഷത്രഫലം ചോതി നക്ഷത്രക്കാരെ കൂടുതൽ ബാധിക്കും. ഇവർക്ക് അർത്ഥനാശം അഥവാ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾക്ക് ഇടവരാം, മനക്ലേശവും ഉണ്ടാകാം. എന്നാൽ ചില ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ കുറയുന്നതാണ്. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര, കൂവളമാല, പിൻവിളക്ക്, വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ദേവീ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചോതി നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ചെയ്യുക. അശ്വതി, കാർത്തിക, രോഹിണി, പുണർദം, പൂയം, ആയില്യം, പൂരം, ഉത്രം, തൃക്കേട്ട, മൂലം, പൂരാടം, തിരുവോണം, അവിട്ടം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ധനു രവി സംക്രമവശാലുള്ള നക്ഷത്രഫലം അത്ര നല്ലതല്ല. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എന്താണ് ദോഷങ്ങൾ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അശ്വതി, ആയില്യം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് രോഗപീഠകൾക്ക് സാധ്യതയുള്ളതിനാൽ ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക, പൂരം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് അധ്വാന ഭാരം വർദ്ധിക്കാൻ സാഹചര്യമുണ്ടാകും. രോഹിണി, ഉത്രം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധനം എന്ന ദോഷാനുഭവത്തിന് സാധ്യതയുള്ളതിനാൽ അവർ പ്രത്യേകം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പുണർദം, തൃക്കേട്ട, ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് അർത്ഥനാശം അഥവാ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കുക. പൂയം, മൂലം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ചെറിയ ആപത്തിന് സാധ്യതയുള്ളതിനാൽ ഇവർ അപകട സാധ്യതയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറുക. ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും നന്നായി ശ്രദ്ധ കൊടുക്കുകയും വേണം. ഭരണി, മകയിരം, തിരുവാതിര, മകം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, ഉത്രാടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ധനു രവി സംക്രമവശാലുള്ള നക്ഷത്രഫലം നല്ല അനുകൂലമാണ്. ഭരണി, മകം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ലാഭം എന്ന ഗുണാനുഭവം ഉണ്ടാകും. മകയിരം, അത്തം, വിശാഖം, ചതയം എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തിരുവാതിര, ചിത്തിര, അനിഴം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ധനുരവി സംക്രമ നക്ഷത്ര ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ദോഷം പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ ഇളനീരഭിഷേകവും മൃത്യുഞ്ജയ മന്ത്രാർച്ചനയും ചെയ്യുക. കൂടാതെ കൂവളമാല, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ, ദേവീക്ഷേത്രത്തിൽ കടുംപായസം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. രാഹുർദശയിൽ കേതു അപഹാരത്തിൽ കഴിയുന്നവരെയും ധനു രവി സംക്രമ ഫലം കൂടുതൽ ബാധിക്കും. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഇവർ സൂക്ഷിക്കേണ്ടതാണ്. രോഗപീഠകളും ഉണ്ടാകാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളും ഉണ്ടാകാം. അഗ്നിഭയത്തിന് സാധ്യതയുള്ളതിനാൽ തീയ്, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുക. ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം നാഗരാജ ക്ഷേത്രത്തിൽ അർച്ചന, ശിവക്ഷേത്രത്തിൽ കറുകഹോമം, ഗണപതിക്ക് കറുകമാല, നാളീകേരം എന്നീ വഴിപാടുകൾ ചെയ്യുക. ധനുമാസം 16-ാം തീയതി ബുധന് ഉദയത്തിന് മൗഢ്യം ആരംഭിക്കുന്നതാണ്. ഈ ബുധമൗഢ്യം മകരം 23-ാം തീയതി അസ്തമയത്തിന് അവസാനിക്കുന്നതാണ്. ബുധമൗഢ്യ കാലയളവ് മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, കന്നിക്കൂറിൽ വരുന്ന ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും മിഥുനം, കന്നി ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും ബുധ ദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്കും അത്ര നല്ലതല്ല. ദോഷപരിഹാരമായി ഈ പറഞ്ഞ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ത്രിപുരം, തൃക്കൈവണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ശുക്രൻ വൃശ്ചികം 24-ാം തീയതി ഉദയത്തിന് മൗഢ്യം ആരംഭിക്കുകയും മകരമാസം 23-ാം തീയതി അസ്തമയം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. ധനു 21, 22, 23, 24 തീയതികളിൽ മൗഢ്യാവസ്ഥ വർദ്ധിക്കും. ശുക്രമൗഢ്യ കാലയളവ് കാർത്തിക, രോഹിണി, ഇടവക്കൂറിൽ വരുന്ന മകയിരം, ചിത്തിര, ചോതി, തുലാക്കൂറിൽ വരുന്ന വിശാഖം എന്നീ നക്ഷത്രക്കാർക്കും ഇടവം, തുലാം രാശികൾ ലഗ്നമായിട്ടുള്ളവർക്കും ശുക്രദശ അപഹാരങ്ങളിൽ കഴിയുന്നവർക്കും ശുക്രന്റെ ഈ മൗഢ്യ കാലയളവ് നല്ലതല്ല. ഈ കാലയളവിൽ അവരവരുടെ ആരാധനാമൂർത്തിക്കും ശ്രീ മഹാഗണപതിക്കും ദുർഗാദേവിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ധനുമാസ ഗ്രഹ
ഗ്രഹനിലയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഗ്രഹയുദ്ധം. ധനു 24-ാം തീയതി കുജ ശുക്ര ഗ്രഹങ്ങൾ തമ്മിൽ ഗ്രഹയുദ്ധം ഉണ്ടാകും. കുജ ശുക്ര ഗ്രഹങ്ങൾ പൂരാട നക്ഷത്രത്തിൽ സഞ്ചരിക്കവേ സംഭവിക്കുന്ന ഈ ഗ്രഹയുദ്ധത്തിൽ ജയം ശുക്രനാണ്. ഈ ഗ്രഹയുദ്ധത്തിൽ കുജന് സംഭവിക്കുന്ന പരാജയം അശ്വതി ഭരണി മേടക്കൂറിൽ വരുന്ന കാർത്തിക, വിശാഖം അനിഴം വൃശ്ചികക്കൂറിൽ വരുന്ന തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും മേടം വൃശ്ചികം ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും ചൊവ്വയുടെ ദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്കും അത്ര നല്ലതല്ല. അവരും പൂരാടം നക്ഷത്ര ജാതരും ഈ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. നമുക്കിനി ധനുമാസത്തിലെ അശുഭ ദിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ധനു 4-ാം തീയതി അമാവാസിയാണ്. ധനു 7, 16, 28 എന്നീ തീയതികളിൽ ലാട വൈദ്യുതങ്ങൾ ഉണ്ട്. ധനു 24-ാം തീയതി ദഗ്ധയോഗവുമുണ്ട്. അതിനാൽ ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ധനു 15-ാം തീയതി ധനുമാസത്തിലെ മൃത്യു നക്ഷത്രമായ ഭരണിയാണ്. അതിനാൽ ഈ ദിവസവും ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. കൂടാതെ ഈ ദിവസം ഭരണി നക്ഷത്രക്കാർ പൊതുവെയും ധനുമാസത്തിൽ ഭരണി നക്ഷത്ര ദിവസം ജനിച്ചവർ പ്രത്യേകിച്ചും യാത്രകൾ കുറയ്ക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യണം. അപകട സാധ്യതയുള്ള പ്രവർത്തികളിൽ പരമാവധി ഒഴിഞ്ഞു മാറുക. ഈ ദിവസം പുതിയ സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്നതിലും നല്ലതല്ല. ദോഷപരിഹാരമായി ഈ ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം, ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, നെയ്വിളക്ക്, വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ചെയ്യുക. ധനുമാസത്തിലെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് കുചേല അവിൽ ദിനവും ഗുരുവായൂരെ കളഭാട്ട ദിവസവും തിരുവാതിരയും. ധനുമാസത്തിലെ തിരുവാതിര ഏവർക്കും അറിയാവുന്നതാണ്, വിശേഷ ദിവസമാണ്. കുചേല അവിൽ ദിനം ധനു 2-ാം തീയതിയാണ്. വീഡിയോ വരുന്ന ദിവസം തന്നെയായിരിക്കും. കൂടാതെ കളഭാട്ടം ഡിസംബർ 27-ാം തീയതി, അതായത് ധനു 12-നാണ്. ധനുമാസത്തിലെ തിരുവാതിരയാകട്ടെ ധനു 19-ന്, അതായത് ജനുവരി 3-ാം തീയതി ശനിയാഴ്ച ദിവസം. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ നട തുറപ്പും ഈ സമയത്താണ്. നമുക്കിനി സംക്രമ ഫലത്തെ, ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന ഫലത്തെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അശ്വതിക്കാർക്ക് ദുരിതമാണ്, ഭരണിക്കാർക്ക് നേട്ടമാണ്, കാർത്തികക്കാർക്ക് പരിശ്രമമാണ്, രോഹിണി നക്ഷത്രക്കാർക്ക് ദുഃഖമാണ്, മകയിര നക്ഷത്രക്കാർക്ക് നേട്ടമാണ്, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ്, പുണർദം നക്ഷത്രക്കാർക്ക് ധനനഷ്ടമാണ്, പൂയം നക്ഷത്രക്കാർക്ക് രോഗമാണ്, ആയില്യം നക്ഷത്രക്കാർക്ക് സുഖനാശമാണ്, മകൻ നക്ഷത്രക്കാർക്ക് നേട്ടമാണ്, പൂരം നക്ഷത്രക്കാർക്ക് ശ്രമമാണ്, ഉത്ര നക്ഷത്രക്കാർക്ക് ദുരിതമാണ്, അത്ത നക്ഷത്രക്കാർക്ക് വിജയമാണ്, ചിത്തിര നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ്, ചോതി നക്ഷത്രക്കാർക്ക് നഷ്ടമാണ്, വിശാഖ നക്ഷത്രക്കാർക്ക് ലക്ഷ്മി വാസമാണ്, അനിഴ നക്ഷത്രക്കാർക്ക് വിജയമാണ്, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനനഷ്ടമാണ്, മൂല നക്ഷത്രക്കാർക്ക് ദുരിതമാണ്, പൂരാട നക്ഷത്രക്കാർക്ക് സുഖനാശമാണ്, ഉത്രാട നക്ഷത്രക്കാർക്ക് നേട്ടമാണ്, തിരുവോണ നക്ഷത്രക്കാർക്ക് ശ്രമമാണ്, അവിട്ട നക്ഷത്രക്കാർക്ക് ദുരിതമാണ്, ചതയ നക്ഷത്രക്കാർക്ക് ലാഭമാണ്, ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ്, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നഷ്ടമാണ്, രേവതി നക്ഷത്രക്കാർക്ക് ദുഃഖമാണ്. ഇനി നമുക്ക് സൂര്യസംക്രമ ഫലം ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം, ഒറ്റ വാക്കിൽ പരിശോധിക്കാം. മേട നക്ഷത്രക്കാർക്ക് രാജ്യസേവയാണ്, ഇടവം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളാണ്. മേടം രാശിക്കാർക്ക് രാജ്യസേവയാണ്, ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങളാണ്. മിഥുനം രാശിക്കാർക്ക് ധനനഷ്ടമാണ്, കർക്കിടക രാശിക്കാർക്ക് സുഖനാശമാണ്, ചിങ്ങം രാശിക്കാർക്ക് നേട്ടങ്ങളാണ്, കന്നി രാശിക്കാർക്ക് സുഖക്കുറവാണ്, തുലാം രാശിക്കാർക്ക് ഉന്നതിയാണ്, വൃശ്ചികം രാശിക്കാർക്ക് ദുരിതമാണ്, ധനുരാശിക്കാർക്ക് വിജയമാണ്, മകരം രാശിക്കാർക്ക് ശത്രുനാശമാണ്, കുംഭം രാശിക്കാർക്ക് ഐശ്വര്യമാണ്, മീനൻ രാശിക്കാർക്ക് ഭയമാണ്. ധനുമാസം 4-ാം തീയതി ഡിസംബർ 19-നാണ് കറുത്തവാവ്. ധനു 19, അതായത് ജനുവരി 3-ാം തീയതിയാണ് വെളുത്തവാവ്. ഒരു മാസത്തെ സമ്പൂർണ്ണ സംക്രമ ഫലവും ഓരോ മാസത്തെയും വിശേഷ അവസരങ്ങളും ദോഷ ദിവസങ്ങളും എടുത്ത് പറയേണ്ട ആ മാസത്തെ പ്രത്യേകതകളും ഒക്കെയാണ് ഇത്തരത്തിൽ സംക്രമ ഫലം എന്ന നക്ഷത്ര ജ്യോതിഷ ഫലത്തിലൂടെ ഞാൻ എല്ലാ മാസവും അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. ദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിവിധി ചെയ്യുകയും കരുതലെടുക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഗുണഫലങ്ങൾ ഉള്ളവർക്ക് അതിനനുസരിച്ച് പ്രവൃത്തി പദത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും. എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.